നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു കറി ഉണ്ടാക്കാം. വീട്ടിൽ കറി വെക്കാൻ മറ്റു സാധനങ്ങളൊന്നും ഇല്ലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ശരിക്കും നമുക്കൊരു 2 ടീസ്പൂൺ പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇച്ചിരിയായിട്ട് മിക്സിയിൽ പൊടിയാത്തതുകൊണ്ടാണ് കൂടുതലിടുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് മറ്റു കറിയിലോ സാമ്പാറിലോ ഒക്കെ ഇടാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ബാക്കി വെള്ളം പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ ചേർക്കാം. പിന്നെ ഒരു ചീനിച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കടുകിടാം. ഇനി ഇതിനകത്തേക്ക് ഉലുവ ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും ഇടാം. വെളുത്തുള്ളി ചേർക്കാം. സവാള കനം കുറച്ച് അരിഞ്ഞത് ഇടുവാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിനി ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം. ഞാൻ അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാം. ഇതൊരു തമിഴ് കന്നഡ റെസിപ്പിയാണ്. അവർ ഇതിനകത്തേക്ക് ധാരാളം ജീരകം ചേർക്കും. നമുക്ക് പക്ഷേ അത് പറ്റാത്തതുകൊണ്ട് ഇത് അളവ് കുറച്ച്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച പരിപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ അല്പം ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ ഈ കറി നമുക്ക് കൂട്ടാമേ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതല്ല, ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഇച്ചിരി മധുരം ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ചേർത്ത് ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും ശരി, ഇത് ചോറിനൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.